السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, നശ്വരമായ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി നൽകേണ്ടി വരുമെന്നും മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമായതിനാലും വളരെ അസഹനീയമായതിനാലും ആ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു മടങ്ങേണ്ടവരാണ് ഞാൻ നിങ്ങളും. ആ യാത്ര സന്തോഷകരമാകണമെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരം നിലനിർത്തി ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ വളരെ ഭയാനകരമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നിൽ ഓടിപ്പോകുമ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിനെ മറന്ന് കടന്നു പോകുമ്പോൾ, നാളെ ഒരു ദിവസമുണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം. ആ ദിവസത്തെ പറ്റി നാം ചിന്തിക്കേണ്ടതുണ്ട്. മാലിക് യൗമിദ്ദീൻ, വിധി നിർണയത്തിൻ്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ നിങ്ങൾ നിൽക്കുന്നൊരു ദിവസം. ആ ദിവസം നമുക്ക് നമ്മുടെ മാതാപിതാക്കളില്ല, കൂട്ടുകാരില്ല, രക്ഷിതാക്കളില്ല, അധ്യാപകരില്ല, സഹോദരങ്ങളില്ല. നമ്മളൊന്ന് വീണാൽ നമ്മളെ എണീപ്പിക്കാൻ വരുന്ന നമ്മുടെ ഉമ്മ അന്നില്ല. നമുക്ക് വേണ്ടി മരുഭൂമിയുടെ മണലാരങ്ങളിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ വാപ്പയുടെ കാരുണ്യം അവിടെയില്ല. എല്ലാവിധ തോന്നിവാസങ്ങൾക്കും എല്ലാവിധ കളിവിനോദങ്ങൾക്കും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെന്ന് അവിടെയില്ല. എല്ലാവരും ഒറ്റയ്ക്കാണ്. താൻ ചെയ്തു വെച്ച തൻ്റെ അമലുകൾ മാത്രമായിക്കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അന്നേ ദിവസം അമലുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ നരകത്തിൻ്റെ പാതാളത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ അന്ന് വിളിച്ചു പറയും, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅവീഹി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹി يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه. അവർക്കന്ന് അന്യോന്യം കാണിക്കപ്പെടുകയും ചെയ്യും. തൻ്റെ മക്കളെ തനിക്ക് പ്രായശ്ചിത്തമായി ഒന്ന് നൽകിയിരുന്നെങ്കിൽ വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅവീഹി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹി. തൻ്റെ ഭാര്യയെ കൊണ്ടും തൻ്റെ സഹോദരനെ കൊണ്ടും തനിക്കൊപ്പം നിൽക്കുന്ന തൻ്റെ ബന്ധു കുടുംബങ്ങളെ കൊണ്ടും വേണ്ട ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെ കൊണ്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിച്ചു പോകും. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ ഇന്നഹാ ലദാ നസാഅതൻ ലിശവാ. അതൊന്നും വേണ്ട. ആ കത്തിയെരിയുന്ന നരകാഗ്നിയുണ്ടല്ലോ, തലയുടെ തൊലി ഉരിച്ച് കളയുന്ന ആ നരകാഗ്നി, അത് നിനക്ക് വേണ്ടി കത്തിയെരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും ഭയാനകരമാണ് നരകം. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് തെറ്റുകുറ്റങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ സത്യനിഷേധികളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. സത്യനിഷേധികളുടെ അവസ്ഥയെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. ആ നേരം കുറ്റവാളികളായ ആളുകൾ, സത്യനിഷേധികൾ പറയും,
കാഹളത്തിലൂതുന്ന സമയത്ത് ഖബറുകളിൽ നിന്ന്, തൻ്റെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് അവർ കടന്നു വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഇത് പരമകാരുണ്യനായ റബ്ബിന്റെയും അവന്റെ മുർസലീങ്ങളുടെയും സത്യം ചെയ്ത വാഗ്ദാനമാണല്ലോ. അങ്ങനെ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് അങ്ങനെ വിളിച്ചതിനു ശേഷം വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവനെയും ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നതിനെ പറ്റി അള്ളാഹു വിശദമായി പറയുന്നുണ്ട്. വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നതിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. എന്നാൽ വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ അന്ന് വിളിച്ചു പറയുമത്രേ, ഹാ ഇതാ എൻ്റെ ഗ്രന്ഥം, ഇതാ ഒന്ന് വായിച്ചു നോക്കൂ. തീർച്ചയായും ഈ വിചാരണ നാളിനെ, ഈ അള്ളാന്റെ മുമ്പിലുള്ള ഈ കൂടിക്കാഴ്ചയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഇതാ ജീവിച്ചു. ഇതാ എനിക്കുള്ള സ്വർഗം ഇതാ വന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവന്റെ അവസ്ഥയെ പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശ്ശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ മാ അനാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇതാ ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിച്ചവനാകട്ടെ, ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ ഇതാ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ഗ്രന്ഥം, എനിക്ക് ഈ ഗ്രന്ഥം നൽകപ്പെടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ ഈ വിചാരണ എന്തെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാം മരണം കൊണ്ട് അവസാനിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാ അനാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എൻ്റെ ധനം എനിക്ക് പ്രയോജനമായില്ല, എൻ്റെ അധികാരം എന്നിതാ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു അവരെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു പറയുകയാണ്, ഖുദൂഹു ഫഅലൂ സുമ്മ ജഹീമ സുല്ലൂ സുമ്മ ഫീ സിൽസിലതി ദറഉഹാ സബഊന ദിറാഅൻ ഫസ്ലുഖൂ ഇന്നഹും കാനൂ ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അവനെ ബന്ധിതനാക്കണം, എന്നിട്ട് അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക, പിന്നെ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, തീർച്ചയായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. സാധുവിന് ഭക്ഷണം കൊടുക്കുന്നതിൽ അവൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇന്നിതാ ഇവന് ഒരു ഉറ്റബന്ധവും അവിടെയില്ല. എന്നതിലല്ലാതെ അവൻക്കിതാ അവിടെയും ഭക്ഷണമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. അന്നേ ദിവസം നരകവാസികളായ ആളുകൾ നരകത്തിൽ നിന്ന് കഷ്ടപ്പെടുമ്പോൾ, നരകത്തിൽ നിന്ന് ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ, അന്നേ ദിവസം നരകവാസികളായ ആളുകൾ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്നൊരു രംഗമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരികയാണ്. അവർ നരകവാസികളായ ആളുകൾ വിളിക്കുകയാണ്, വനാദൗ യാ മാലിക് ഇഖ്ളി അലൈനാ റബ്ബിക്, അല്ലയോ മാലികേ, അല്ലയോ മാലികേ, ഞങ്ങളെ ഒന്ന് കൊന്നു കളഞ്ഞരാൻ നിന്റെ റബ്ബിനോടൊന്ന് പറയണേ. അന്നേരം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ നിത്യവാസികളാണ്. ഈ നരകത്തിൽ നിങ്ങൾ ഇതാ ഇവിടെ നിത്യവാസികളാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും ഭയാനകരമാണ് നരകം. അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നരകത്തിൻ്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു തന്നു.
സ്വർഗത്തിൻ്റെ സന്തോഷങ്ങളെ പറ്റി പറഞ്ഞു തന്നു. വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നതിനെ പറ്റി പറഞ്ഞു തന്നു. ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നതിനെ പറ്റി പറഞ്ഞു തന്നു. അള്ളാഹു എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം, എങ്ങനെ നീ പാവപ്പെട്ടവനോട് പെരുമാറണം, യതീമിനെ എങ്ങനെ നീ നോക്കണം, ഇതൊക്കെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കാരം നിലനിർത്താൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് നമുക്ക് മാറാൻ സാധിക്കുക? ഈ ഖുർആനിൻ്റെ മാസമായ ഈ റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയരാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയ ഈ ഒരു അവസരത്തിൽ നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ റമദാൻ കൊണ്ട് എന്ത് നേടിയെടുത്ത് നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ ഞാൻ എല്ലാ പാപങ്ങളും ചെയ്തു പോയിട്ടുണ്ട്, റബ്ബേ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴേണ്ടതുണ്ട്. അങ്ങനെ പടച്ച റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ റമദാൻ അങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ഇല്ലെങ്കിൽ നാളെ നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷ അതികഠിനമാണ്. ആ ശിക്ഷയെ പറ്റിയാണ് നാം പറഞ്ഞത്. അത്രയും കഠിനമായ ശിക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു അവസരമായി ഈ റമദാൻ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രവാസികൾ വളരെയധികം കഷ്ടപ്പാടുകളിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷുബ്ധമായ യുദ്ധത്തിൽ ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറാൻ നമുക്കാകെയുള്ള അവസരം, നമുക്കാകെ ചെയ്യാൻ പറ്റുക പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇരുളടഞ്ഞ കിണറ്റിൽ നിന്ന് യൂസഫ് നബിയെയും ആഞ്ഞടിക്കുന്ന കടലിൽ നിന്ന് മൂസാ നബിയെയും രക്ഷിച്ച പടച്ച റബ്ബ് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കഅബയെ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും ഇല്ലാതാക്കാൻ പടച്ച റബ്ബിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും എല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം കിരാതന്മാരെ ഇല്ലാതാക്കാൻ പടച്ച റബ്ബിന് കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബിനോടായിരിക്കണം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. പടച്ച റബ്ബുണ്ടെങ്കിൽ പിന്നെ നാം ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്യുക. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കരഞ്ഞു ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അള്ളാഹുവേ നീ നിന്റെ ശിക്ഷ ഇറക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. رب ارحمهما كما ربياني صغيرا. آمين آمين برحمتك يا أرحم الراحمين.